ഏഞ്ചൽ എന്ന ഒരു അടിപൊളി പേര് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കഥ. അക്ഷരങ്ങൾ ഓർഡറിൽ എഴുതിയാൽ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ പാടാകും. അതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി എഴുതുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞു കുട്ടിയാനയുടെ കഥയാണെന്ന് പറയുന്നത്. പാവം ഒരു കുട്ടി എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ അമ്മ അവൻ്റെ അടുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം ഒന്നും കിട്ടിയിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പാവം കുട്ടിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു വലിയ മരത്തിൽ ധാരാളം പഴങ്ങളൊക്കെ പഴുത്ത് കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൻ്റെ കുഞ്ഞു തുമ്പിക്കൈ വെച്ചിട്ട് ആ പഴങ്ങളിലേക്കൊന്നും എത്താനായിട്ട് പറ്റിയില്ല. ഒരുപാട് വിഷമത്തോടെ അങ്ങനെ നിന്നപ്പോഴാണ് ആ മരത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു ജിറാഫൂട്ടൻ നടന്നു വരുന്നത് അവൻ കണ്ടത്. ജിറാഫിനെ കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷമായി. അവൻ പറഞ്ഞു, എനിക്ക് ഈ മരത്തിലെ കുറച്ച് പഴങ്ങളൊക്കെ പറിച്ചു തരുമോ, എനിക്ക് കഴിക്കാനായിട്ടാണ്, നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ജിറാഫ് അവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നിനക്ക് ഞാനിതൊന്നും തരില്ല, നിൻ്റെ അച്ഛനുണ്ടല്ലോ, ഞങ്ങളെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നിൻ്റെ അമ്മയുണ്ടല്ലോ, ഞങ്ങളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ ഭയങ്കര ശക്തിയുള്ള ഒരു മൃഗമല്ലേ, പിന്നെ നാണോ ഇല്ലേ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാനായിട്ടെന്നൊക്കെ. പാവ ആനക്കുട്ടൻ ഒന്നും മിണ്ടാതെ അവൻ സങ്കടപ്പെട്ടങ്ങനെ നിന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് മരക്കൊമ്പിൽ ഒരു കുഞ്ഞിക്കിളി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിക്കിളി പെട്ടെന്ന് ആനക്കുട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ആനക്കുട്ടാ, നിനക്ക് വേണ്ടുന്ന പഴങ്ങൾ ഞാൻ തരാട്ടോ. ധാരാളം പഴങ്ങൾ കൊത്തി കൊത്തി ആ കിളിക്കുഞ്ഞ് താഴേക്ക് ഇട്ട് എടുത്തു. ആനക്കുട്ടൻ അതൊക്കെ തിന്നിട്ട് വയറ് നിറച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യത്തിൽ നമ്മുടെ ജിറാഫൂട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കിളിക്കുഞ്ഞ് ജിറാഫിനോട് പറഞ്ഞു, ജിറാഫൂട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല കേട്ടോ. ഒരാൾ വിശന്ന് വലിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അവരുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ വിഷമിപ്പിക്കാനൊന്നും പാടില്ല, അത് തെറ്റാണ്. ജിറാഫൂട്ടന് തൻ്റെ തെറ്റു മനസ്സിലായിട്ടോ. അവൻ ഇനി ഒരിക്കലും അങ്ങനെ ആവർത്തിക്കില്ല എന്ന് അവർക്ക് വാക്കുകൊടുത്തു.